ചെറുവണ്ണൂർ കക്കറമുക്കിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് 8 മാസം ഗർഭിണിയായ യുവതി വെന്തു മരിച്ച ദുരന്തത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ പഴുതടച്ചുള്ള അന്വേഷണം വേണമെന്ന് ആവശ്യം ശക്തമാകുന്നു. കക്കറമുക്ക് സ്വദേശി പൂവത്തുംചാൽ സോന ദാരുണമായി മരണപ്പെടുകയും ഭർത്താവ് റിജിൻ ലാലു എന്ന ലാലുവിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ എങ്ങനെയാണ് കാറിന് തീപിടിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. വീടിന് തൊട്ടടുത്തെത്താറായപ്പോൾ ഉണ്ടായ ഉഗ്രസ്ഫോടനമാണ് ദുരന്തത്തിന്റെ ആഴം കൂട്ടിയത്. സാധാരണഗതിയിൽ കാറുകളിൽ ഉണ്ടാകാറുള്ള ഷോർട്ട് സർക്യൂട്ട് മൂലമുള്ള പുകയോ തീപിടുത്തമോ അല്ല ഇവിടെ സംഭവിച്ചതെന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന സൂചന. വലിയ ശബ്ദത്തോടെയുള്ള സ്ഫോടനമാണ് ഉണ്ടായത്. വാഹനത്തിൽ പുക കണ്ടയുടൻ തന്നെ ഡ്രൈവിംഗ് സീറ്റിലായിരുന്ന ലാലുവിന് ഡോർ തുറന്ന് പുറത്തിറങ്ങാൻ സാധിച്ചിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ ഉണ്ടായ ഉഗ്രസ്ഫോടനവും തീപിടുത്തവും കാരണം കാറിന്റെ സെൻട്രൽ ലോക്കിംഗ് സംവിധാനം പൂർണ്ണമായും തകരാറിലായതാണ് പിൻസീറ്റിലായിരുന്ന സോനയുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത്. ആശുപത്രിയിൽ പോയി മടങ്ങി വരുന്നതിനാൽ ക്ഷീണം കാരണം സോന കാറിന്റെ പിൻസീറ്റിൽ കിടക്കുകയായിരുന്നു. പുക ഉയർന്നതോടെ ലാലു വാഹനം നിർത്തി പുറത്തിറങ്ങിയെങ്കിലും സെൻട്രൽ ലോക്ക് കുടുങ്ങിപ്പോയതിനാൽ സോനയ്ക്ക് ഡോർ തുറന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. ഓടിയെത്തിയ നാട്ടുകാർ ഉടൻ തന്നെ സോനയെ പുറത്തിറക്കാൻ ശ്രമിച്ചെങ്കിലും തീ അണയ്ക്കാനോ ഡോർ തകർക്കാനോ സാധിച്ചില്ല. നിമിഷങ്ങൾക്കകം കാറിനെ തീ വിഴുങ്ങി. ഉഗ്രമായ സ്ഫോടന ശബ്ദം കേട്ടാണ് സമീപവാസികൾ സംഭവസ്ഥലത്തേക്ക് ഓടിയെത്തിയത്. അപ്പോഴേക്കും കാറിൽ നിന്ന് വലിയ രീതിയിൽ തീയും പുകയും ഉയർന്നു. ശരീരമാകെ പൊള്ളലേറ്റ ലാലു പ്രാണരക്ഷാർത്ഥം സമീപത്തെ തോട്ടിലേക്ക് ചാടി. ലാലു നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിൻസീറ്റിൽ സോന കുടുങ്ങിക്കിടക്കുന്ന വിവരം നാട്ടുകാർ അറിയുന്നത്. ഉടൻ തന്നെ തൊട്ടടുത്ത നെൽവയലിൽ നിന്ന് വെള്ളം കോരിയൊഴിച്ചും മറ്റും നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും സോനയെ ജീവനോടെ പുറത്തെടുക്കാൻ സാധിച്ചില്ല. തീപിടുത്തത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പിന്റെയും ഫോറൻസിക് വിഭാഗത്തിന്റെയും വിദഗ്ധ പരിശോധന അത്യാവശ്യമാണ്. കാറുകളിൽ അനധികൃതമായി വരുത്തുന്ന മാറ്റങ്ങളോ എക്സ്ട്രാ ഫിറ്റിങ്ങുകളോ ആണോ അതോ ഇന്ധന ചോർച്ചയാണോ സ്ഫോടനത്തിലേക്ക് നയിച്ചതെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അടുത്ത കാലത്തായി സംസ്ഥാനത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന കാറുകൾക്ക് തീപിടിക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ ഈ കേസിൽ കൃത്യമായ ശാസ്ത്രീയ അന്വേഷണം വേണമെന്നാണ് പൊതുസമൂഹത്തിന്റെ ആവശ്യം. പേരാമ്പ്രയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയപ്പോഴേക്കും കാർ ഏതാണ്ട് പൂർണ്ണമായും കത്തിക്കരിഞ്ഞിരുന്നു. അഗ്നിശമന സേനാംഗങ്ങൾ എത്തിയാണ് കാറിനുള്ളിൽ നിന്ന് സോനയുടെ മൃതദേഹം പുറത്തെടുത്തത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ മരണം സംഭവിച്ചിരുന്നതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു.